അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, വേങ്ങര ഡിവിഷൻ SSF കലോത്സവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമ്മൾ ഒന്ന് ഒരുങ്ങി വരുന്നേ ഉള്ളൂ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ മത്സരം കൃത്യസമയത്ത് നടത്തുകയും തീർക്കുകയും ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഇനിയും കാത്തിരിക്കേണ്ട എന്ന് സംഘാടകർ തീരുമാനിക്കുകയായിരുന്നു. ഒരു അവധി ദിവസം പോലെ നിൽക്കുന്നത് കൊണ്ട്, മഴ ഒന്ന് ഒതുങ്ങിയതുകൊണ്ടും ആളുകൾ വഴിയെ വരും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, നേരത്തെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇയാസിനോടും മറ്റും ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം, ഇത് വെറും ഒരു മത്സരമല്ല എന്നുള്ളതാണ്. മത്സരം നടത്താൻ സാധിക്കും. സംഘടനകളൊക്കെയും തന്നെ നടത്താറുണ്ട്, കുടുംബവേദികൾ നടത്താറുണ്ട്. പക്ഷേ അതൊരു പ്രമേയം വെച്ചുകൊണ്ട്, തീം വെച്ചുകൊണ്ടാവുക എന്നുള്ളത് സാധാരണ നടക്കാറില്ല. രണ്ടാമത്തെ ഘടകം, താഴെ തട്ടുകളിൽ നിന്ന് തന്നെ അരിച്ചു പെറുക്കിയെടുത്ത് ബോധവാന്മാരും ബോധവതികളുമാക്കിയിട്ട് കുടുംബാംഗങ്ങളെ അടക്കം മുന്നോട്ട് കൊണ്ടുവരുന്നതിനും സംസ്ഥാന തലത്തിൽ എത്തിച്ചേരുന്നതിനും കഴിയുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഇത് കുറേ ദിവസങ്ങളുടെ അധ്വാനമാണ്. ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിന്നാണ് കലോത്സവം പൂർണ്ണമാവുക എന്നുള്ളത് നിങ്ങളെക്കാളേറെ ഞാനും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ സംഘാടനത്തിലുള്ള താല്പര്യവും സംഘാടനത്തിലുള്ള ഓരോ ആളിൻ്റെ പങ്കാളിത്തവും അഭിനന്ദിച്ച് ഞാൻ ഏതാനും ചില കാര്യങ്ങൾ ഈ സന്തോഷത്തിനെ കുറിച്ച്, ഹാപ്പിനെസ്സിനെ കുറിച്ച്, കലയും സാഹിത്യവും നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് നൽകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ, എൻ്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കലാസാഹിത്യം എന്നിവ മനുഷ്യനെ ചീത്തയാക്കാനുള്ളതല്ല, സംസ്കരിച്ചെടുക്കാനുള്ളതാണ്. നന്മ നിറഞ്ഞ കാര്യങ്ങളാണ് ഒരു കലാകാരനോ എഴുത്തുകാരനോ പറയേണ്ടതും എഴുതേണ്ടതും സംസാരിക്കേണ്ടതും അഭിനയിക്കേണ്ടതുമൊക്കെയും തന്നെയും മനുഷ്യരുടെ നന്മയ്ക്കുതകുന്ന തരത്തിലുള്ള, മനുഷ്യരുടെ ക്ഷേമത്തിനുതകുന്ന തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ, ഹ്യൂമൻ കണ്ടീഷൻസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, മാനുഷിക പരിസരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, മറ്റുള്ളവർക്ക് നന്മ നിറഞ്ഞ സഹായം എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളും കഥകളും ഒക്കെ എഴുതുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ഒരു കഥ വായിച്ചു കഴിഞ്ഞതിന് ശേഷം, ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്ന കഥ വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന ഒരു കത്ത് എനിക്കിനി ജീവിക്കാനുള്ള പ്രേരണയായി എന്നുള്ളതാണ്. ജീവിതം മടുത്തു എന്ന് തോന്നിയിരുന്ന ഒരു വിദ്യാർത്ഥിനി പല കാരണങ്ങളാൽ, അധസ്ഥിതിയാൽ, കീഴാളവർഗത്തിൻ്റെ പ്രശ്നങ്ങളാൽ ഒക്കെയും തന്നെയും ജീവിതം മടുത്തു കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടി ഒരു കഥ വായിച്ചതിന് ശേഷം എനിക്കിനി ജീവിക്കുവാനുള്ള പ്രേരണയായി എന്ന് പറയുമ്പോൾ, ഇത് എഴുത്തുകാർക്കോ കലാകാരന്മാർക്കോ നൽകാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മനിർവഹണമാണ്. മനുഷ്യരുടെ നന്മയെയാണ് പ്രകാശം ചെയ്യുന്നത്. മനുഷ്യരുടെ നന്മയെ വളർത്തുന്നതിന് വേണ്ടിയാണ് കലാപരിപാടികളൊക്കെയും തന്നെ നടത്തുന്നത്. ആ കലാപരിപാടികളിൽ അതാത് വിഭാഗത്തിൻ്റെ, മതവിഭാഗത്തിൻ്റെ, സമുദായങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകാം. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഒരു ശാഖയായി വളർന്നിട്ടുള്ളതാണ്. മാപ്പിളപ്പാട്ട് നമുക്ക് മുസ്ലിങ്ങളുടെ മാത്രമാണ് എന്നുള്ളത് പറഞ്ഞുകൂടാ. കേരളത്തിൽ എഴുത്തച്ഛൻ എഴുതുന്നതിന് മുമ്പ്, ചെറുശ്ശേരിയും എഴുതുന്നതിന് മുമ്പ് മാപ്പിളപ്പാട്ട് ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. പാട്ടുകൾ പുസ്തകങ്ങളാകാതെ തന്നെ പാടിപ്പതിഞ്ഞുകൊണ്ടിട്ട് വന്നിട്ടുണ്ട്. അതിൽ സാഹിത്യവും കലയും സൗന്ദര്യവും ഒക്കെയും ഉണ്ടായിരുന്നു. സാമൂഹിക കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടായിരുന്നു. ഒരു നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ടിൽ നാട്ടുകാരൊരു നരിയെ വേട്ടയാടാൻ പോകുന്നതും അതിൽ വിജയം വരിക്കുന്നതുമാണ് കഥ. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യരുടെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുവാനും സാധിച്ചിരുന്നു എന്നർത്ഥമുള്ളത്.
1921 കലാപത്തിന് ശേഷം കലാപത്തെക്കുറിച്ച് വന്നിരിക്കുന്ന പാട്ടുകൾ, ഒപ്പനപ്പാട്ട്, മാപ്പിളപ്പാട്ടുകൾ അന്നത്തെ സാമൂഹിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതായിരുന്നു എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അതിഥിയായിട്ട് OM കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഗാനരചയിതാവ് വന്നിട്ടുണ്ട്. മത്സരത്തിലുള്ള ആളുകളെ അഭിമുഖീകരിക്കും. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗാനങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങൾ മാപ്പിള സമുദായത്തിൻ്റെ നന്മയും പ്രകാശവും പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ളതാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കണ്ടിട്ടുണ്ട്. പിന്നീട് സിനിമയിലൊക്കെ വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സന്തോഷം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് കല ഉപയോഗിക്കേണ്ടത്, സന്താപം ഉണ്ടാക്കിയെടുക്കുന്നതിനല്ല. അത് വീടിനെ കേന്ദ്രീകരിച്ചാകുന്നു എന്നുള്ളത്, ഹാപ്പി ഹോം, ഹാപ്പി ഫാമിലി എന്നുള്ളതാകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. വീട്ടിൽ ഒരു കലാകാരനോ കലാകാരിയോ ഉണ്ടെങ്കിൽ ആ വീട്ടിന് പ്രകാശമുണ്ടാകുമെന്ന് അർത്ഥമുള്ളത്. നമുക്ക് ഇത് അന്യമല്ല, ഇത് നമുക്ക് ഉപേക്ഷിക്കേണ്ടുന്ന ഒന്നല്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ഒന്നുമല്ല. ഇതിൽ നിന്നുകൊണ്ട് തന്നെ കലയും സാഹിത്യവും സൗന്ദര്യവും ഒക്കെയും തന്നെയും ആവിഷ്കരിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാധ്യമമാണ്, ശാഖയാണ് സാഹിത്യം, കല എന്നൊക്കെ പറയുന്നതുള്ളത്. അത് മനുഷ്യരെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളത്. നിങ്ങളൊരു നോവൽ വായിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാത്തൊരു കഥാപരിസരമായിരിക്കും അതിനുള്ളത് എന്നും കരുതുക. ഒരു ഉദാഹരണത്തിന്, കരുവാരക്കുണ്ടിൽ ഇരുന്നിട്ടാണ് MT വാസുദേവൻ നായരും NP മുഹമ്മദും അറബിപ്പൊന്ന് എഴുതിയിട്ടുള്ളത്. അറബിപ്പൊന്ന് 1967 പുസ്തകമായിട്ടുള്ളത്, നോവലായി വന്നിട്ടുള്ളത്. ആ നോവൽ അന്ന് രണ്ടുപേർ എഴുതുന്ന ആദ്യത്തെ നോവലായിരുന്നു, MTയും NP മുഹമ്മദും, MT വാസുദേവൻ നായരും NP മുഹമ്മദും. അത് മലയാളത്തിലുള്ള ആളുകൾക്ക് ഒരു പുതിയ തീമായിരുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ അറബിപ്പൊന്നിൻ്റെ കച്ചവടം നടത്തുന്നത് മാത്രമല്ല, കോഴിക്കോട്ടുള്ള ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ ഉള്ള അറിവുകളാണ് നൽകിയിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കോഴിക്കോട്, വടകര, കൊയിലാണ്ടി, കണ്ണൂർ, തലശ്ശേരി, മാഹി ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ, തീരപ്രദേശത്തുള്ള മുസ്ലിങ്ങൾ പുതിയാപ്പിള സമ്പ്രദായം പിന്തുടരുന്നവരാണ്. വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടി ഉമ്മയോടൊപ്പം തന്നെ ജീവിക്കുകയും ഭർത്താവ് ഭാര്യ വീട്ടിൽ വന്നു പോവുകയും ചെയ്യുന്ന പുതിയാപ്പിള സമ്പ്രദായമുള്ള, വിസിറ്റിംഗ് ഹസ്ബൻഡ് സിസ്റ്റമുള്ള സമുദായത്തിൻ്റെ ഒരു പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുന്ന, എന്നാൽ ഇസ്ലാമികമായ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരുന്നുള്ളത്. ഈ പുതിയാപ്പിള സമ്പ്രദായം പിന്തുടരുന്ന മുസ്ലിങ്ങളെ കുറിച്ച് മലയാളത്തിൽ ആദ്യത്തെ നോവലുകൾ വന്നപ്പോൾ കേരളത്തിൽ അത്ഭുതപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നു. ഇങ്ങനെയും മുസ്ലിങ്ങളുണ്ടോ? NP മുഹമ്മദിൻ്റെ മരം, PA മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട്, VP മുഹമ്മദിൻ്റെ പിട തുടങ്ങിയിരിക്കുന്ന നോവലുകൾ ഈ തരത്തിലുള്ള ഒരു സമുദായത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമായിരുന്നു. ഞാൻ എൻ്റെ PhDക്ക് വേണ്ടി ഇതായിരുന്നു എടുത്തിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരു കുടുംബ സമ്പ്രദായവും ആചാരാനുഷ്ഠാനങ്ങളും പിന്തുടരുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ PhD വിഷയം. അതിൻ്റെ വിവരശേഖരണത്തിന് വേണ്ടി ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ സ്കോളർഷിപ്പ് കിട്ടി പോകാനിട വന്നപ്പോൾ ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള മുസ്ലിങ്ങളുണ്ട് എന്നുള്ളത് നിരീക്ഷിക്കുവാൻ സാധിച്ചു. മലയയിലുണ്ട്, മലേഷ്യയിലുണ്ട്, മെനങ്കബാവു എന്ന് പറയുന്ന ഒരു പ്രദേശത്തുണ്ട്. കേരളത്തിലുള്ളതുപോലെ തന്നെ അവർ കൂട്ടത്തോടു കൂടെ ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുന്നു. സുഡാനിലുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ജീവിത രീതിയുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കുന്നത് കഥ പോലെ, നോവൽ പോലെയുള്ള ഒരു വിഷയത്തിലൂടെ ആകുമ്പോൾ അത് ആളുകൾക്ക് കൂടുതൽ ആകർഷകമായി തീരുന്നു. ഒരു പ്രഭാഷണത്തെക്കാൾ ഭംഗി, പ്രഭാഷണത്തെക്കാൾ എളുപ്പം സ്വീകരിക്കുവാൻ സാധിക്കുക കഥയായിട്ട് വരുമ്പോഴാണ്. ആ കഥയാണ് നമുക്ക് ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാകുന്നതുള്ളത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് P. വത്സലയുടെ നെല്ല് എന്ന നോവൽ വായിക്കുന്നത്. അത് കേരളത്തിലുള്ള, വയനാട്ടിലുള്ള ആദിവാസികളുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ചിത്രമായിരുന്നു. അതുപോലെ തന്നെ വേരുകൾ എന്നുള്ള മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പുസ്തകം തമിഴ് ബ്രാഹ്മണന്മാരെ കുറിച്ചിട്ടുള്ളതായിരുന്നു.
ഈ വൈരുദ്ധ്യമുള്ള ജീവിത രീതികൾ, വൈവിധ്യപൂർണമായിരിക്കുന്ന സാമൂഹിക ജീവിതങ്ങൾ ഉള്ളത് കൊണ്ടാണ് കേരളം കേരളമാകുന്നത്. ഇതെല്ലാ ദേശത്തുമുണ്ട്. എനിക്ക് നിങ്ങളെ വേണമെങ്കിൽ ഒരു കുലമാക്കി മാറ്റാമായിരുന്നു, മറിച്ച് പല കുലങ്ങളായി ഞാൻ നിങ്ങളുടെ ഈ ഭൂമിയിൽ നിങ്ങളെ പരീക്ഷിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ വചനം ഈ വ്യത്യസ്ത സമുദായങ്ങളും വ്യത്യസ്ത രീതികളും മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയും വ്യത്യസ്തമായ ജീവിത രീതിയും ഒക്കെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത്. നല്ലൊരു ചലച്ചിത്രം കാണുകയാണെങ്കിൽ ആ ചലച്ചിത്രത്തിലൂടെ നമുക്ക് ആ സമുദായത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ കാണാം. ചെമ്മീൻ എന്ന് പറയുന്ന ഒരു സിനിമ കേരളത്തിലുള്ള പുറക്കാട്ട് എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കുറിച്ചായിരുന്നു. ഇത് സാഹിത്യം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അതിലുള്ള തീമെന്ത്? പ്രേമമാകാം, അല്ലെങ്കിൽ ശത്രുതയാകാം, സംഘട്ടനമാകാം, സംഘർഷമാകാം, ഒത്തൊരുമിച്ചിട്ടുള്ള ജീവിതവുമാകാം. ബഷീറിൻ്റെ പുസ്തകങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതിലൊരു ഒത്തൊരുമിച്ച സമുദായമുണ്ടായിരുന്നു. അതിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. അവർ ഒരു സമുദായമായിട്ട്, ഒരു സമൂഹമായിട്ട് ജീവിക്കുന്നതാണ് പല പുസ്തകങ്ങളിലും കാണുന്നതുള്ളത്. കലാകാരൻ ഇതിനെക്കുറിച്ച്, എഴുത്തുകാരൻ ഇതിനെക്കുറിച്ച് ശത്രുത ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്. ശത്രുതയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു മുന്നറിയിപ്പാണ്. ഇതാ സമുദായ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇതല്ല നമ്മുടെ രീതി എന്ന് പറയുന്നതാണ് ഉണ്ടാകുന്നത് എന്ന് വെളിപ്പെടുത്തുന്നതാണ് എഴുത്തുകാർ ചെയ്യുന്നത് എന്നർത്ഥമുള്ളൂ. കലയും സാഹിത്യവും തമ്മിൽ ബന്ധമുള്ള ആളുകൾ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ അവർ പുതുതായ ചിന്തകൾ, ഭാവനയുള്ളവരായിരിക്കും. ഞാൻ 40 കൊല്ലമായിട്ട് കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിച്ച ആളാണ്. കലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സമർത്ഥരായ വിദ്യാർത്ഥികളായിട്ട് വളരുന്നത് കാണാറുണ്ട്. അവർ കലയും സാഹിത്യവുമായിട്ട് കോളേജിൽ നടക്കുകയും പഠിക്കുന്നില്ല എന്നല്ല, പഠിക്കുകയാണെങ്കിൽ അവർക്ക് ആ തൊഴിലിൽ ഭാവനാസമ്പന്നത കാണാൻ സാധിക്കുമെന്നുള്ളത്. കഴിവുള്ള അധ്യാപകരുടെ അടുത്ത് നോക്കിക്കോ നിങ്ങൾ, അവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. കലയും സാഹിത്യവും ചിന്തയെ ഏകോപിപ്പിക്കാനല്ല, ചിന്താശേഷിയെ ഒരു ഭാഗത്തേക്ക് മാത്രം കൊണ്ടുപോകാനല്ല, പല വഴികളിലൂടെയുള്ള സഞ്ചാരത്തെ സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഡൈവേർജൻ്റ് തിങ്കിങ് എന്നാണെന്ന് പറയുക. വ്യത്യസ്തമായ ചിന്താധാരകൾ, പുതുതായ ഒന്നിനെ കണ്ടെത്തുവാനുള്ള ആഗ്രഹം. ഒരു കലാകാരനോ കലാകാരിയോ ജീവിതത്തിൽ നമ്മളൊക്കെ കാണുന്നത് തന്നെയാണ് കാണുന്നത്, അവരും അനുഭവിക്കുന്നത്. അവർ അനുഭവിക്കുന്നത് മറ്റ് മനുഷ്യർ കാണുന്നു. അവരെഴുതുന്നത് മലയാളത്തിലുള്ള അക്ഷരങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് സ്വർഗലോകത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പുതിയ അക്ഷരങ്ങളൊന്നുമല്ല. ഈ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെയും സാധാരണക്കാർക്ക് അറിയാവുന്നതുമാണ്. പക്ഷേ ഷേക്സ്പിയർ എഴുതിയിരിക്കുന്ന നാടകം, ഷേക്സ്പിയർ ആരാണ് എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. 500 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും പുസ്തകങ്ങളിലൂടെ ജീവിക്കുന്നു. ബഷീർ കടന്നുപോയി. ബഷീറിൻ്റെ ജന്മദിനമായിരുന്നല്ലോ കഴിഞ്ഞ ജൂലൈ 5 ചരമദിനം. ബഷീർ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ച് കേരളം മുഴുക്കെ ആലോചിക്കുന്നു ഇപ്പോഴും. ബഷീർ പോയി, മനുഷ്യൻ പോയി, പക്ഷെ മനുഷ്യൻ ബാക്കി വെച്ച രചനകൾ ഇവിടെയുണ്ട് എന്നർത്ഥമുള്ളത്. ഒരു പ്രവാചക തുല്യമായ പ്രവൃത്തിയാണ് എഴുത്തുകാർ ചെയ്യുന്നത് എന്ന് മഹാന്മാരായിരിക്കുന്ന ചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അവർ ബാക്കി വെച്ച് പോകുന്നു ഇവിടെ. ആ ബാക്കി വെച്ചത് തലമുറകൾ വായിക്കുന്നു, ആ തലമുറകൾ വായിക്കുന്നു. ബഷീർ 50-60 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇപ്പോഴും, ഫാത്തിമയുടെ ആട് ഇപ്പോഴും മുസ്ലിങ്ങൾ മാത്രമല്ല വായിക്കുന്നത്. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ളത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെയും വായിക്കുകയും അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സത്ത സ്വന്തം വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നർത്ഥമുള്ളത്. കലയും സാഹിത്യവും വെറുതെ ഒരു കമ്പത്തിന് വേണ്ടി, ഒരു താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഒഴിവുനേര വിനോദം മാത്രമല്ല. അത് വിനോദം കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്ത് നിന്ന്, പക്ഷെ വിനോദത്തെക്കാളേറെ അത് ചിന്താപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾക്ക് ഒരു വള്ളക്കാരൻ 99 ആളെ കൊന്ന് 100ാമത്തെ ആളെ കൊല്ലാൻ പോകുമ്പോൾ സുഭാഷിതങ്ങൾ കേട്ടിട്ട് അയാൾ മാറുന്നത് പോലെ ഒരു ഹദീസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന മലക്കും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മലക്കും വന്നിട്ട് ഇയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്ന് പറഞ്ഞോളൂ. ഇയാൾ 99 ആളുകളെ കൊന്നിട്ടുള്ള ആളാണ്, ഇയാൾക്ക് നരകമാണ് അള്ളാഹ് വിധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. നരകത്തിൻ്റെ മലക്ക്
സ്വർഗത്തിൻ്റെ മലക്ക് പറഞ്ഞു അയാൾ പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമായില്ല എന്ന് നരകത്തിൻ്റെ മലക്ക് ഇവർ വാദമായി. അവസാനം അവർ തീരുമാനിച്ചു, അയാൾ പുറപ്പെട്ട ഇടത്ത് നിന്ന് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരം സഞ്ചരിച്ചിരിക്കുന്നു, കൂടുതൽ ദൂരം എവിടത്തേക്കാണോ ഉള്ളത് അത് അനുഗ്രഹിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അളന്ന് നോക്കിയപ്പോൾ ഒരു കാലടി കൊണ്ട് വ്യത്യാസപ്പെട്ട് നിന്നിരുന്നു. ഒരു കാലടി സ്വർഗത്തിലേക്കുള്ള കാലടിയായിരുന്നു. ഒരടി വ്യത്യാസത്തിൽ നന്മയിലേക്കുള്ള സഞ്ചാരം കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആണ് പറയുന്നതുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഒരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കഥ, ഒരു കാലടി മാത്രം എന്നുള്ള ഒരു കഥ NP മുഹമ്മദ് എഴുതിയിട്ടുണ്ട് പിന്നീടുള്ളത്. അത് സ്വർഗത്തിലേക്ക് എത്തുന്നവൻ പ്രായശ്ചിത്തം എത്ര തരത്തിലുള്ള ഗുണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആശയമുണ്ട്. ഒപ്പം തന്നെ നന്മയിലുള്ള വിശ്വാസവുമുണ്ട് എന്നർത്ഥമുള്ളത്. അതുകൊണ്ടാണ് ഇത് നമ്മൾക്ക് ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് തീരുന്നത് ഉള്ളത്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കഴിവുകൾ വളർത്തുവാൻ, വായന നടത്തുവാൻ. വായനാവാരം കഴിഞ്ഞ ആഴ്ച വായനാവാരത്തിലായിരുന്നു. വായനാവാരത്തിൽ മാത്രം നടത്തേണ്ടുന്ന ഒന്നല്ല കൈക്കൂലിക്കെതിരായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തിൽ ഒരിക്കലല്ല അഴിമതിക്കെതിരെ കൈക്കൂലിക്കെതിരെ ഉള്ള സമരം ചെയ്യേണ്ടുന്നത് കൊല്ലം മുഴുവനും ആണ്. വായന അത്തരത്തിലുള്ള ഒന്നാണ്. വായിക്കുന്നവർക്ക് പുതിയ ഒരു ലോകം ലഭിക്കുന്നു, വായിക്കുന്നവർക്ക് ആനന്ദം ലഭിക്കുന്നു. വായിക്കുന്ന പുസ്തകങ്ങൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് വായിക്കപ്പെടുന്നുമുണ്ടെങ്കിൽ ആ വീട്ടിനൊരു പ്രകാശമുണ്ട്. ആ വീട് എപ്പോഴും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. വായന അറിവ് കൊടുക്കുന്നു, വായന വിവരങ്ങൾ കൊടുക്കുന്നു, ഇൻഫർമേഷൻ കൊടുക്കുന്നു. വായന നിങ്ങൾക്ക് പരീക്ഷ നന്നായിട്ട് എഴുതുവാൻ സാധിക്കുന്നു. സിവിൽ സർവീസ് പോലെയുള്ള IAS IPS പോലെയുള്ള ഒരു പരീക്ഷ എഴുതുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് വായനയാണ്, പ്രയോജനപ്രദമായ വായനയാണ്. നമ്മൾ ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പരിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ വായിക്കുക എന്നുള്ളത് മരണം വരെയും സാധിക്കുന്നത് വരെയും രോഗം വരുന്ന് കീഴ്പ്പെടുത്തുന്നത് വരെയും നിങ്ങൾക്ക് കൊണ്ടു നടക്കാനാകുന്ന ഒന്നാണോ എന്നുള്ള പാഠമാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വായിക്കുക, അന്യ സമൂഹത്തെക്കുറിച്ചിട്ടുള്ളത് വായിക്കുക. നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കുന്നവർക്കുള്ള പരിശീലനമായിട്ട് വായന മാറും. വായന ചിന്താശേഷിയെ വളർത്തും, വായന അപഗ്രഥന ശേഷിയെ വളർത്തും, അനലിറ്റിക്കൽ മൈൻഡിനെ വളർത്തിയെടുക്കും. കാര്യങ്ങൾ വിശകലനം ചെയ്യുവാനുള്ള കഴിവ് വായന ഉണ്ടാക്കി തീർക്കും. വായന അതുവരെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാംസ്കാരികമായിരിക്കുന്ന ദൗത്യത്തെ തിരിച്ചറിയാൻ സാധിക്കും. ലോകം എവിടെ നിന്നാണ് ഇവിടെ എത്തി നിൽക്കുന്നത്, ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകാനുള്ള സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർജിതമായിരിക്കുന്ന ബുദ്ധിവൈഭവം ഒക്കെ വളർന്നു കഴിഞ്ഞിരിക്കുന്ന കാലത്ത് വരാനിരിക്കുന്ന കാലത്തേക്ക് കൂടെ അതിന് സാധ്യമാക്കുന്നു എന്നുള്ളത്. വായന ഓർമ്മശക്തി കൂട്ടുന്നു. പണ്ടൊക്കെയും തന്നെയും വാമൊഴികളിലൂടെയാണ് കഥകൾ പറഞ്ഞിരുന്നത്, എഴുതപ്പെട്ടിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിലുള്ള ആദിമ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായിരുന്നു കഥ പറയുക എന്നുള്ളത്. കഥ പറച്ചിൽ കാശ് കൊടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഇരുത്തുന്നത്, അത് ചടങ്ങിനെ പറ്റി MT വാസുദേവൻ അഫ്ഗാനിസ്ഥാനിൽ എഴുതിയിട്ടുണ്ട് ഉള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു കഥ പറയുന്ന ആളുണ്ടാവും, അയാൾക്ക് വിൽക്കാനുള്ളത് അയാളുടെ കഥ പറയുന്ന കഴിവാണ്. എന്നിട്ട് നിരത്തുവക്കിൽ പായ വിരിച്ച് നിങ്ങൾ ഇരുത്തിക്കൊണ്ട് കൈനോട്ടക്കാരെ പോലെ നിങ്ങളുടെ മുഖം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രതിഫലം കൊടുക്കുന്നു, സന്തോഷത്തോടു കൂടി പോകുന്നു. കഥ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതുണ്ടെങ്കിൽ വായന നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണുള്ളത്. ആശ്വാസവും ശാന്തിയുമേകുന്നതിന് സഹായിക്കുന്നുണ്ട് വായന. നമ്മൾ ഖുർആൻ വായിച്ചാൽ നമ്മൾക്കതൊരു അർത്ഥമറിയില്ലെങ്കിൽ പോലും നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്, നമ്മളിൽ നിന്ന് കീഴടങ്ങൽ നടത്തുന്നുണ്ട്. അതുള്ളത് നമ്മുടെ പുണ്യഗ്രന്ഥം. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുവാൻ നമുക്ക് മറ്റു പുസ്തകങ്ങളും വായിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ശാന്തി നൽകും, മനസ്സമാധാനം നൽകും. പ്രത്യേകിച്ചും പുസ്തകം മറ്റുള്ളവരെ തകർക്കാനോ മറ്റുള്ളവരെ തമ്മിൽ ഇടിപ്പിക്കാനോ എല്ലാം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കുട്ടികൾ വായിക്കുന്നവരായിട്ട് വളരട്ടെ, വഴിയെ വായിക്കുന്നവരാകട്ടെ. വളരെ വായിച്ചില്ലെങ്കിലും വഴിയെ വായിക്കുന്നവരാകട്ടെ. കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കാണുള്ളത്, വഴിയെ വായിക്കുക, പ്രയോജനപ്രദമായ രീതിയിലുള്ള വായന നടത്തുക എന്നുള്ളത്. അവിടെയാണ് കലയും ഒക്കെയും തന്നെയും നമുക്ക് സന്തോഷം നൽകുന്നത് എന്നുള്ളത്. നമ്മൾ മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അതും സന്തോഷത്തിനാണ് എന്നാണ് തെറ്റിദ്ധരിക്കുന്നത് ഉള്ളത്.
ഞാൻ 10,000 മദ്യത്തിനും മയക്കുമരുന്നിനും ചികിത്സ കേന്ദ്രീകരിച്ചവർക്ക് കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള ആളാണ്. 5,000-ലധികം പേർക്കുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 ആളെങ്കിലും നിർത്തിയിട്ടുള്ളത് എനിക്ക് പേരെടുത്തുകൊണ്ട് പറയാൻ സാധിക്കും. അവർക്ക് കൗൺസിലിംഗ് നടത്തിയപ്പോൾ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥത്തിൻ്റെയും പിന്നാലെ പോകുന്ന ആളുകൾ അപകടങ്ങളിലാണ് ചെന്ന് ചാടുന്നത്. 10 പേര് ഇന്ന് മദ്യപിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ 10 പേര് ഇന്ന് മദ്യപിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 2 പേർ അതിന് വഴിയെ തന്നെ കീഴ്പ്പെടുന്നു, കുറച്ചു കാലം കൊണ്ട് കീഴ്പ്പെടുന്നു എന്നുള്ളത്. ലഹരി പദാർത്ഥങ്ങൾ MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ 10 പേര് ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിൽ 4-5 പേരോ അതിന് കീഴ്പ്പെടുന്നു എന്നുള്ളത്. കീഴ്പ്പെടുന്നത് ഒരു രോഗമാണ്. ലഹരി പദാർത്ഥ വിധേയത്വം ഒരു രോഗമാണ്. അജ്ഞാത നാമാക്കളായിട്ട് അനോണിമസ് എന്ന് പറയുന്ന തരത്തിൽ മദ്യപാനികൾ രക്ഷപ്പെടാനുള്ളൊരു ഫെലോഷിപ്പ് കൂട്ടായ്മ നടത്താറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്നാണെന്ന് പറയാറുള്ളത്. അവർ ജീവിതത്തിൻ്റെ അടിത്തട്ടിലെത്തിച്ചേർന്നിട്ടുള്ളവരാണ്, കുടിച്ച് അടിത്തട്ടിലെത്തിച്ചേർന്നിട്ടുള്ളവരാണ്. ലോകത്ത് മദ്യപാനത്തിൽ നിന്നോ മയക്കുമരുന്നിൽ നിന്നോ മുക്തി നേടാനുള്ള ഒരു മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മദ്യത്തിന് കീഴ്പ്പെട്ട ഒരാളെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ രോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇക്കാലം വരെയും ഈ നിമിഷം വരെയും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ടും ആളുകൾ കുടിക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കപ്പെടുന്ന കാലമാണ്. പത്രത്തിൽ ഇന്നുമുണ്ട് 6 പേരിലെ MDMA കൂടി പിടിച്ചു എന്നുള്ളത്. കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ്, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ കഞ്ചാവ് ഉണ്ടാക്കുന്നുണ്ട്. ആ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. എത്ര കാലമായിട്ട് പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പോലീസോ ഭരിക്കുന്നവരോ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതാണ് അപകടകരം എന്ന് പറയുന്നില്ല. നമ്മുടെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ മദ്യപാനത്തിന് കൂട്ടുനിൽക്കുകയാണ്. മദ്യപാനത്തിൽ നിന്ന് കിട്ടുന്ന നികുതി കൊണ്ടാണ് നമ്മുടെ ഭരിക്കുന്നവർ ഇവരെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. പക്ഷെ ഒരു വസ്തുതയുണ്ട്, ലഹരി പദാർത്ഥം ദുരുപയോഗം എന്ന് പറയുന്നത്, മദ്യപാന ആസക്തി എന്ന് പറയുന്നത് ഒരു മാറാരോഗമാണ്. അവിടെയാണ് കൗൺസിലിംഗ് കൊണ്ട്, അവിടെയാണ് വായന കൊണ്ട്, അവിടെയാണ് മത സന്ദേശം നൽകിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുവാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത്. മരുന്ന് തോൽക്കുന്നിടത്ത് സാഹിത്യവും കലയും മതവും ഒക്കെയും വിജയിക്കുന്നു എന്നുള്ളത്. ഞാനിത് ആഴത്തിൽ എത്രയോ സമയം എടുത്തുകൊണ്ട് പറയാവുന്നൊരു വിഷയമാണ്. ലഹരി പദാർത്ഥം മാത്രമല്ല, മനുഷ്യർ നന്മ ചെയ്യുന്നു, കളവ് നടത്തുന്നു, സംഘർഷത്തിലാകുന്നു. കണ്ടില്ല, ഇപ്പോൾ +2 കുട്ടികൾ നടുറോട്ടിൽ വെച്ചിട്ട് തമ്മിൽ തല്ലുന്നത് ചിത്രങ്ങളായി വീഡിയോകളായിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അതല്ല ചെയ്യേണ്ടത് എന്നുള്ളത്. വീട്ടിൽ ഒരു വിദ്യാർത്ഥി കൂടുതൽ വായിക്കാനും ചിത്രം വരക്കാനോ കഥ എഴുതാനോ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ലഹരി പദാർത്ഥത്തിലേക്ക് പോകുന്നതിന് സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക്, ആ കുട്ടിക്ക് ലഹരി പദാർത്ഥത്തോടുള്ള വിധേയത്വം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നർത്ഥമുള്ളത്. ഈ പ്രവൃത്തിയാണ് കുടുംബത്തെ സന്തോഷിപ്പിക്കുന്നത്. എന്നിട്ടും മനുഷ്യർക്ക് സന്തോഷമില്ല എന്നുള്ളതാണ്. ചെന്ന് ചേരുന്നതും ചെന്ന് വീഴുന്നതും സങ്കടക്കടലിലാണ് എന്നുള്ളത് കൊണ്ടാണുള്ളത്. നിങ്ങൾക്കറിയാമോ, ഗതാഗത വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നൊക്കെ പറയുന്ന വകുപ്പുകളുണ്ട് നമ്മുടെ മന്ത്രിമാരെടുത്തുന്ന ഭരണകാര്യത്തിൽ. അബുദാബി ഗവൺമെൻറ് ഒരു വകുപ്പ് എന്താണെന്ന് അറിയാവോ? മിനിസ്ട്രി ഫോർ ഹാപ്പിനെസ് എന്നാണ്, സന്തോഷിക്കുവാനുള്ള വകുപ്പ് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സന്തോഷം വരുത്താനുള്ള ശ്രമമാണ്. ലോകത്തിൽ ആദ്യമാണ് ഹാപ്പിനെസ്സിന് ഒരു മിനിസ്ട്രി, ഒരു ഗവൺമെൻറ്. അതൊരു മുസ്ലിം സമൂഹത്തിലുള്ള ഗവൺമെൻറ്റാണ്. പിന്നീട് ദുബായി ഒക്കെ അത് നടപ്പിൽ വരുത്തി വരുന്നുണ്ട്. അതിൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയപ്പോഴാണ് മനസ്സിലായത് എത്ര ഗൗരവത്തിലാണ് ഗവൺമെൻറ് മനുഷ്യരുടെ സന്തോഷത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. ഈ സന്തോഷം കൈകാര്യം ചെയ്യാൻ വീട്ടിൽ വായനയും എഴുത്തും കലാസൗന്ദര്യങ്ങളെ ആഗ്രഹിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല അത് ഗുണം ചെയ്യുന്നുവെന്നുള്ളത്. കഥ പറയുന്ന ആളുകൾക്ക് ആശയവിനിമയത്തിലുള്ള കഴിവുണ്ടാകുന്നു, സംസാരിക്കാനുള്ള കഴിവുണ്ടാകുന്നു. പ്രസംഗ പരിശീലനം കിട്ടുമ്പോൾ നമുക്ക് പ്രസംഗിക്കാനും പ്രഭാഷണം നടത്താനും കഴിവുകളുള്ള ഒരാളിനെ ഉണ്ടാക്കി തീർക്കുന്നുള്ളൂ.
എൻ്റെ വിദ്യാലയത്തിലുള്ള അധ്യാപകരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എനിക്ക് പ്രസംഗിക്കുവാനും ക്ലാസ് എടുക്കുവാനുമുള്ള അവസരം അവർ 8-9 ക്ലാസ്സിലുള്ളപ്പോൾ തന്നെ നൽകി എന്നുള്ള അനുഗ്രഹത്തിന് ഞാൻ അവരോട് നന്ദി പറയുകയാണ്. ഇത് പരിശീലിച്ചെടുക്കാവുന്നതാണ്. കഥ എഴുത്ത്, നാടകമെഴുത്ത്, അഭിനയം, പ്രസംഗകല, ഒപ്പനപ്പാട്ട്, ഇവയൊക്കെയും തന്നെയും ജന്മം കൊണ്ട് കിട്ടുന്നതല്ല, നമ്മൾക്ക് പരിശീലനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം പ്രസംഗിക്കുന്ന ഒരാളിന് ആളുകളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ സാധിക്കും. പ്രസംഗം ശക്തമായിട്ട് അറിയുന്ന ഒരാളിന് ആളുകളെ ശക്തമായിട്ട് സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട്. അഴീക്കോട് മാഷ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, സുകുമാർ അഴീക്കോട് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ പലരുടെയും ചിന്തയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. MN വിജയൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയിട്ടുള്ള ആളുകളിൽ ഇത് പ്രഭാഷണ കല കിട്ടിയാൽ നമുക്ക് നമ്മുടെ മക്കളോട് നല്ലപോലെ സംസാരിക്കാനുള്ള കഴിവായിട്ട് മാറുന്നു. ആശയവിനിമയം ചെയ്യുന്നത് മനുഷ്യർ മാത്രം ചെയ്യുന്ന ഒരു സംഘടിത പ്രവർത്തനമാണ്. മൃഗങ്ങളൊക്കെയും തന്നെയും ഭൗതികമായ കാര്യങ്ങൾക്കോ ശാരീരികമായ ലക്ഷ്യങ്ങൾക്കോ പറവകളും മീനുകളും മൃഗങ്ങളും ആശയവിനിമയം ഉപയോഗിക്കുന്നുള്ളൂ. അത് സംഘടിതമല്ല. മറിച്ച് നമുക്കൊരാശയം പറയാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന ആശയം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രഭാഷണത്തിൻ്റെ കലയുടെ കഴിവാണത് എന്നുള്ളത്, പ്രസംഗത്തിൻ്റെ മഹത്വമാണത് എന്നുള്ളത്. പ്രസംഗിക്കുന്ന ആളുകൾക്ക് നമ്മൾ വോട്ട് ചെയ്തു പോകാറുണ്ടല്ലോ. ചിലപ്പോൾ അയാളിൻ്റെ വ്യക്തിത്വത്തെ പോലും മനസ്സിലാക്കാതെ നമ്മൾ വോട്ട് ചെയ്തെന്ന് പ്രസംഗത്തിൻ്റെ ആളുകൾക്കായിട്ട് മാറുമ്പോഴുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണുള്ളത്. കലയും സാഹിത്യവും കഴിവുകൾ ഉണ്ടാക്കുന്നു, സംഘാടനത്തിൻ്റെ കഴിവുണ്ടാക്കുന്നു. അപ്പം ഇത് സംഘടിപ്പിക്കുന്നതിൽ കുറച്ച് വളണ്ടിയർമാർ ശ്രദ്ധാലുക്കളാണ്. അവർ ഓർഗനൈസേഷൻ, ലീഡർഷിപ്പ് തുടങ്ങിയിരിക്കുന്ന മേഖലകളിൽ കഴിവുണ്ടാക്കിയെടുക്കുന്നു. ഈ കഴിവുണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് കലയും സാഹിത്യവും സഹായിക്കുന്നു. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, മറ്റുള്ളവരോടുള്ള ബന്ധം, ഞാനും ബാപ്പയും തമ്മിലുള്ള ബന്ധം, ഞാനും ഉമ്മയും തമ്മിലുള്ള ബന്ധം, ഞാനും അയൽവക്കക്കാരും തമ്മിലുള്ള ബന്ധം, ഞാനും എൻ്റെ വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം, അത് പ്രയോജനപ്പെടുത്താവുന്ന തരത്തിൽ ഇരുകൂട്ടർക്കും ആഹ്ലാദകരമായിരിക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ ആ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കുന്നത് കലയും സാഹിത്യവും ഒക്കെ തന്നെയാണെന്ന് അർത്ഥമുള്ളത്. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടിപിടി ഉണ്ടാവുമ്പോൾ അടിപിടിയല്ല, പരിഹാരമാണ് നടത്തേണ്ടുന്നത് എന്നാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയും. ഇത്തരത്തിലുള്ള ജീവനകലകൾ, ലൈഫ് സ്കിൽസ് നമുക്കതാണ് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടാതെ പോകുന്നത്, അതാണ് നമ്മുടെ കോളേജുകളിലോ സ്കൂളുകളിലോ പഠിപ്പിക്കാതെ പോകുന്നത്, അതാണ് പല മദ്രസകളിലും പഠിപ്പിക്കുന്നത്. ഈ ലൈഫ് സ്കിൽസ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്, മറ്റുള്ളവരുമായിട്ടുള്ള സംഘർഷം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്, മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത്, ഇതൊക്കെയും തന്നെയും കൈവരിക്കാവുന്ന നൈപുണ്യങ്ങളാണ്, സ്കിൽസാണ്. ഈ നൈപുണ്യങ്ങളാണ് നിങ്ങളെ നാളെ വ്യത്യസ്തയോ ആയ ഒരാളാക്കി മാറ്റുന്നതുള്ളത്. എത്ര അധ്യാപകരുണ്ട്. ചില അധ്യാപകരെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. എന്നെ പഠിപ്പിച്ച മൊയ്തീൻ മാഷെ എനിക്ക് മറക്കാൻ സാധ്യമല്ല. മൊയ്തീൻ മാഷ് എന്നെ കൊണ്ട് 9ാം ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അഭിമുഖം ഇൻ്റർവ്യൂ എഴുതിപ്പിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് 1968 നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 68 നടന്ന കാര്യമാണ്. അന്ന് 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എന്നെ കൊണ്ട് ഒരു ഇൻ്റർവ്യൂ എഴുതിപ്പിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഏത് ഇൻ്റർവ്യൂവിന് വേണ്ടി പേന എടുക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ആലോചിച്ചു പോകുന്നു. മൊയ്തീൻ മാഷിന് അനുഗ്രഹത്തിന് നന്ദി പറയുന്നു എന്നുള്ളത് ഇത് പരിശീലിച്ചുണ്ടാക്കാവുന്നതാണല്ലോ. അബൂബക്കർ മാഷാണ് എന്നോട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന കുട്ടികൾ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു. നാളെയും മറ്റന്നാളും ഇനി നിങ്ങൾക്ക് ക്ലാസ് എടുക്കാമെന്ന് പറയും. അത് തന്നെ നല്ല ഭാവനയുള്ള അധ്യാപകൻ്റെ മനസ്സിൽ വരുള്ളൂ. 2 പേര് പരന്നു. 2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. ഫിസിക്സിലെ ഒരു പാഠം, ശാസ്ത്രശാഖയിലെ ഒരു പാഠം ഞാൻ പഠിപ്പിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പ്രകാശങ്ങളുടെ ബഹിഷ്കരണം എന്ന് പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. വിദ്യാഭ്യാസവും കലയും സാഹിത്യവും ഒക്കെ മനുഷ്യൻ്റെ കഴിവുകൾ വളർത്തിയെടുക്കുവാനും നൈപുണ്യം വളർത്തിയെടുക്കാനും ആശയവിനിമയം, സാമൂഹികമായ ബന്ധങ്ങൾ, സാമൂഹികമായ സംഘർഷങ്ങൾക്കുള്ള പരിഹാരം, തീരുമാനമെടുക്കാനുള്ള കഴിവ്. എന്നെ ഒരു കൂട്ടുകാരൻ വന്ന് മദ്യത്തോട് കൂടിയിട്ട് എന്നെ ആകർഷിക്കുന്നു. ഞാൻ കോളേജിലെത്തിയപ്പോൾ കോളേജിൽ വെച്ചിട്ട് എൻ്റെ ചില കൂട്ടുകാർ പറഞ്ഞു, നീ അതൊക്കെ എഴുതുന്ന ആളല്ലോ, ഒന്ന് കുടിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കുടിച്ചു നോക്കുക, അപ്പോഴറിയാം ഇതിൻ്റെ ഭാഗ്യം എന്നുള്ളത്. ഇത്തരത്തിലുള്ളൊരു ശക്തി വരുമ്പോൾ ഞാൻ എന്ത് തീരുമാനിക്കണം എന്നുള്ളതുണ്ട്. ഇംഗ്ലീഷിൽ അതിന് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയാറുള്ളത്.
ആ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാക്കി തരുന്നു കലയും സാഹിത്യവും മതപരമായ സംഘാടനവും ഒക്കെ എന്നുള്ളത്. ഇതല്ല എൻ്റെ വഴി എന്ന് തീരുമാനിച്ചത് കൊണ്ട് എനിക്ക് പിൽക്കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള ഭാഗ്യവും സിദ്ധിച്ചത് കൊണ്ട് ഞാൻ കലയെയോ സാഹിത്യത്തെയോ കഴിവിനെയോ ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുള്ളത് ചില കാര്യങ്ങളിലെങ്കിലും എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കഴിവുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കഴിവുകൾ ഉണ്ടാവുക. ഒന്നുകിൽ പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ കഥ എഴുതാൻ, അല്ലെങ്കിൽ ഒരു മാപ്പിളപ്പാട്ട് പാടാൻ, ഏതെങ്കിലും ഒരു മേഖലയിലെങ്കിലും വളർത്തിയെടുക്കുന്ന കഴിവുണ്ടായിരിക്കട്ടെ അവർക്ക്. ആ കഴിവുള്ളവർ വേറിട്ട് നിൽക്കുന്ന ആളുകളായിട്ട് നിൽക്കും, എപ്പോഴും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന ആളുകളായി തീരുമെന്നുള്ളത്. എൻ്റെ ഒരു അധ്യാപകൻ എനിക്കൊരു അവാർഡ് കിട്ടിയപ്പോൾ ആ സ്കൂളിൽ ഞാൻ വീണ്ടും ചെന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എത്ര കുട്ടികളെ പഠിപ്പിച്ചു, എന്നിട്ട് നിനക്ക് കിട്ടിയല്ലോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നാണ്. കേന്ദ്രം എന്ന് പറയുമ്പോൾ നാഷണൽ ലെവലിൽ, ദേശീയ ലെവലിലുള്ള കഥയെഴുത്തിന്, കുട്ടികൾക്കുള്ള കഥയെഴുത്തിന് എൻ്റെ ഒരു നോവലിന് അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ അധ്യാപകൻ്റെ സന്തോഷമാണ്. ഹസൻബാഡിയിൽ നിന്നുള്ളത് മാഷുടെ സന്തോഷം. അടുത്ത കാലത്ത് മരിച്ചു, ഞാനിപ്പോഴും മറക്കുകയില്ല. ആ ഉമ്മ എനിക്ക് നൽകിയിരിക്കുന്നത് ഇനിയും നീ എഴുതി അംഗീകാരം നേടുക എന്നുള്ളതാണുള്ളത്. ആ അംഗീകാരം നേടുന്നതിന് ഞാൻ കൊലപാതകത്തെക്കുറിച്ചൊരു പ്രബന്ധം എഴുതിയത് കൊണ്ട് കിട്ടുകയില്ല, കൊലയാളികളുടെ ജീവിതം മാതൃകാവൽക്കരിച്ചത് കൊണ്ട് എനിക്ക് കിട്ടുകയില്ല. നന്മയുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചാലായിരിക്കും കഥ എഴുതുന്നത് ഒരു കലയായി തീരുക എന്നുള്ളത്. എഴുത്തും വായനയും പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയട്ടെ ഉള്ളത്. ഇത്തരത്തിലുള്ള മത്സരങ്ങൾ അതാണ് പഠിപ്പിക്കുന്നതുള്ളത്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും വിജയിക്കണമെന്നില്ല, പക്ഷെ മത്സരങ്ങളിൽ ചിലർ വിജയിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്കുള്ള പ്രചോദനമായിട്ട് വരുന്നു, മോട്ടിവേഷനായിട്ട് മാറുന്നു എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഏത് മേഖലയിൽ നിന്ന് നമുക്ക് കഴിവുണ്ടാക്കിയാലും ആ കഴിവ് നമ്മൾക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾ ഈ ഭാഗത്ത് ഒരു പിൻവറ്റിയിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്, ആയിരുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് നമ്മുടെ അന്നത്തെ നേതാക്കന്മാരുടെ ഫത്വകൾ ഇംഗ്ലീഷുകാരോടുള്ള വിരോധം കൊണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മുടെ നേതാക്കന്മാരന്ന് പഠിപ്പിച്ചില്ല അന്നത്തെ സമൂഹത്തിൽപ്പെട്ടത്. അത് നമ്മളെ ഭ്രാന്തന്മാരും രാജ്യദ്രോഹികളുമായിട്ട് മുദ്ര കുത്തുന്നതിന് കാരണമാക്കി തീർക്കുകയും ചെയ്തു. സത്യത്തിൽ രാജ്യത്തെ സ്നേഹിച്ചവരാണ് മുസ്ലിങ്ങൾ, ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഇപ്പോഴും നോക്കുക, നിങ്ങൾ ഇന്ത്യയിൽ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മുസ്ലിം ആണെങ്കിൽ അതൊരു രാജ്യദ്രോഹമായി മാറുന്നത് കാലമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യന് കൂടിയായി തീരുക എന്നുള്ളത്. നമ്മുടെ പ്രവാചകൻ പറഞ്ഞതും പരിശുദ്ധ വചനങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്, ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ അവകാശം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത്. എനിക്കെൻ്റെ ഉപ്പാപ്പയെ ഓർമ്മയുണ്ട്. ഉപ്പാപ്പ പരപ്പനങ്ങാടിയിൽ ജനിച്ച് കോഴിക്കോട് വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച ഒരു ആളായിരുന്നു എന്നുള്ളത്. അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്തു മൗലവി തുടങ്ങിയവർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള NP അബു എന്ന് പറയുന്ന എൻ്റെ ഉപ്പാപ്പ, ഉപ്പയുടെ ഉപ്പ ഇന്നും എനിക്ക് മാതൃകയാണ് എന്നുള്ളത്. രാജ്യത്തിനോടുള്ള സ്നേഹം കൊണ്ട്, മറ്റ് മതങ്ങളെ ബഹുമാനിക്കുന്നത് കൊണ്ട്. സെക്യുലറിസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മതത്തെ അവഹേളിക്കുകയല്ല. മതനിരപേക്ഷത എന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങളെ അംഗീകരിക്കലാണ്. ആ മറ്റുള്ള മതങ്ങളെ അംഗീകരിക്കുന്ന പാഠം പഠിക്കാൻ സാധിച്ചത് കുടുംബാന്തരീക്ഷത്തിൽ വെച്ച് തന്നെയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ സാധിക്കണം നമുക്ക് മറ്റുള്ളവരോട് എന്നർത്ഥമുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ സാഹിത്യ അഭിനയ മേഖലകളിലേക്കൊക്കെ വരുന്നതിന് ഇന്ന് ചരിത്രപരമായിരിക്കുന്ന പ്രാധാന്യമുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും വിഭാഗീകരണം, ധ്രുവീകരണവും പോളറൈസേഷൻ, രണ്ടറ്റങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്, സമുദായങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണുള്ളത്. അല്ല, മധ്യമ മാർഗമാണ് നമ്മുടെ മാർഗം എന്നുള്ളത്. ഇസ്ലാമിൻ്റെ മാർഗം മധ്യമ മാർഗമാണ്, അനുരജ്ഞനത്തിൻ്റെ മാർഗമാണ്, സമാധാനത്തിൻ്റെ മാർഗമാണ്. ആ വാക്കിൽ തന്നെ ഉൾക്കൊള്ളുന്നു സമാധാനം എന്നുള്ളത്, ഇസ്ലാം എന്നുള്ള വാക്കിൽ തന്നെ കൊള്ളുന്നുള്ളത്. ആ സമാധാനത്തിൻ്റെ മാർഗമാണ് എന്ന് കാണിക്കുന്നതിനുള്ള വിദ്യാഭ്യാസം നമുക്ക് കലയിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ കിട്ടുന്നുണ്ട്.
അപ്പോഴേ വീട് സന്തോഷവാന്മാരുടെയും സന്തോഷവതികളുടെയും ഒരു കേന്ദ്രമായിട്ട് തീരുകയുള്ളൂ. ഒരു വീട്ടിന് സന്തോഷം ഉണ്ടെങ്കിലേ സമുദായത്തിന് സന്തോഷം ഉണ്ടാവുള്ളൂ. സമുദായങ്ങൾക്ക് സന്തോഷം ഉണ്ടായാലേ രാജ്യത്തിന് സന്തോഷമുള്ളൂ, രാജ്യത്ത് ജീവിക്കുന്നതിൽ അഭിമാനമുള്ളൂ. 29ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്ന ഒരു മുസ്ലിമുണ്ട് കേരളത്തിൽ. എത്ര പേർക്കറിയാം? 29ാമത്തെ വയസ്സിൽ കായംകുളത്തുകാരനായ കായിക്കര എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിട്ടുള്ള ഒരു മുസ്ലിമിനെ തൂക്കിക്കൊന്നിട്ടുണ്ട്. രാജ്യദ്രോഹ കുറ്റം, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തൂക്കിക്കൊന്നവരെ നമുക്കറിയാം. നമ്മളുടെ കലാപത്തിൽ പങ്കെടുത്ത പല മൗലവിമാരെയും ഒക്കെയും തൂക്കിക്കൊന്നു കൊല്ലുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. പക്ഷെ 29 വയസ്സുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി വന്നിരുന്ന ഒരാളെ തൂക്കിക്കൊന്നിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ, മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത്. 1943 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 4 കൊല്ലം മുമ്പ് തൂക്കിക്കൊന്നിട്ടുള്ള ആളാണ്. അതിരാശിയിൽ വെച്ചാണ് തൂക്കിക്കൊന്നിട്ടുള്ളത്. ഇതറിയുന്നതിന് ബലി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു നോവലുണ്ട്. PMMA ഖാദർ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ എഴുതിയിരിക്കുന്ന നോവലാണ്. അദ്ദേഹം അത് ഒരു ട്രൂ മുസ്ലിം, യഥാർത്ഥത്തിലുള്ളൊരു മുസ്ലിമായിരുന്നു അബ്ദുൽ ഖാദർ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തിനെതിരെ എടുക്കുന്ന പ്രവൃത്തികളെ ഛിദ്രശക്തികളോട് സമരം ചെയ്യേണ്ടി വന്നതുള്ളൂ. സമരത്തിൽ ജീവിതം കൊടുത്തു. പക്ഷെ ജീവിതം കൊടുക്കുമ്പോഴും അദ്ദേഹം തൂക്കിക്കൊന്നപ്പോൾ വിധി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് എൻ്റെ നാട്ടിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ത്യാഗം, ഏറ്റവും വലിയ ബലിയാണ് ഇത് എന്നുള്ളത്. ഞാൻ സന്തോഷവാനാണ്, എനിക്കത് നൽകാൻ സാധിച്ചല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ. ഈ വക്കം അബ്ദുൽ ഖാദറിൻ്റെ ജീവിതം നമ്മളെ കൂടുതൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളാക്കി തീർക്കണമെന്നർത്ഥമുള്ളത്. ഇങ്ങനെ വരുമ്പോഴാണ് പള്ളിയും നമുക്ക് നമ്മുടെ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും. ഈ ആശയം കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കട്ടെ എന്നുള്ളത്. പള്ളി നമസ്കരിക്കാനുള്ളതാണ് അടിസ്ഥാനപരമായി, യാതൊരു സംശയവുമില്ല. പക്ഷേ അടിസ്ഥാനപരമായി നമസ്കാരം മാത്രമല്ല ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയ്ക്ക് എൻ്റെ വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിൽ എൻ്റെ മതം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ മറ്റു പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളി 24 മണിക്കൂറും തുറന്നു വെച്ചുകൊണ്ട് മനുഷ്യരുടെ നന്മയ്ക്ക് ക്ഷേമത്തിന് വേണ്ടി പ്രയോഗിക്കുന്ന ഒന്നാണെങ്കിൽ ആ ആരാധനാലയങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നുള്ളത്. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അവിടെ കരുവാരക്കുണ്ടിൻ്റെ നാട്ടിലുള്ള നിലമ്പൂരിലുള്ള ഒരു പള്ളി ജാതി മതഭേദമന്യേ ശവസംസ്കാരക്രിയ നടത്തുന്നതിനും ശവത്തെ വൃത്തിയാക്കുന്നതിനും പള്ളി തുറന്നു കൊടുത്തു എന്നുള്ളത്. 1921 ഒരു കലാപത്തിൽ കൂടല്ലൂരിൽ MTയുടെ തറവാട്ടിൽ, MT വാസുദേവൻ നായരുടെ തറവാട്ടിലുള്ള പ്രാർത്ഥനാമുറി ഒരു സ്ത്രീക്ക്, മുസ്ലിം സ്ത്രീക്ക് പ്രസവിക്കാൻ തുറന്നു കൊടുത്തു എന്നുള്ളത്. മുസ്ലിം സ്ത്രീക്ക് പ്രസവിക്കാൻ ഹിന്ദു സഹോദരൻ്റെ പ്രാർത്ഥനാമുറിയാണ് കൊടുത്തത് എന്നുള്ളത്. ഈ തരത്തിലുള്ള ഒരു ഐക്യപ്പെടലിന് നമ്മുടെ പള്ളികൾ വിശുദ്ധി കാത്തുകൊണ്ട് തന്നെ സാധ്യമാണ് എന്നർത്ഥമുള്ളത്. പള്ളികൾ കേന്ദ്രമാക്കിക്കൊണ്ട്, മദ്രസകൾ കേന്ദ്രമാക്കിക്കൊണ്ട് കലാസാഹിത്യ പ്രവർത്തനവും പരിശുദ്ധമായ രീതിയിൽ നടത്തുകയാണെങ്കിൽ അത് മാതൃകയായിരിക്കുമെന്നുള്ളത്. ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മുസ്ലിം സമൂഹങ്ങളെ സന്ദർശിക്കാൻ അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ആഫ്രിക്കയിലുമുള്ളവരെ സന്ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആളാണ് പഠനത്തിൻ്റെ ഭാഗമായി. അമേരിക്കയിലൊക്കെയുള്ള പള്ളി എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. പ്രവാചകൻ പറഞ്ഞ വാക്ക് നടപ്പിൽ വരുത്തുന്നത് അമേരിക്കയിലെ മുസ്ലിങ്ങളാണ്, ഗൾഫ് നാട്ടിലെ മുസ്ലിങ്ങളല്ല, അല്ലെങ്കിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങളല്ല എന്ന്. അവിടെ കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനുള്ള സ്ഥലം പോലുമുണ്ട് പള്ളിയിലുള്ളത്. നമസ്കരിക്കാൻ വലിയവർ വരുമ്പോൾ, പ്രഭാഷണം കേൾക്കാൻ വലിയവർ വരുമ്പോൾ കൊച്ചുകുട്ടികളെ വീട്ടിലാക്കി വരാൻ അമേരിക്കയിലോ കാനഡയിലോ ഉള്ള കുടുംബാംഗങ്ങൾക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളത് കൊണ്ട് അവരെയും കൊണ്ടുവരുന്നു പള്ളിയിലേക്ക്. പള്ളിയിൽ അവർക്ക് കളിക്കാനുള്ള മത്സരത്തിൽ നിങ്ങൾ നടത്താനുള്ളതൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നർത്ഥമുള്ളത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ പള്ളികൾ അതിൻ്റെ എല്ലാ പരിശുദ്ധിയോടുകൂടെയും കലാ സാഹിത്യ മേഖലകളെയും പരിപോഷിപ്പിക്കുവാൻ ഉതകുന്ന കേന്ദ്രങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിൻ്റെ എല്ലാ ഉദ്ദേശശുദ്ധിയോടുകൂടെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കലോത്സവന് ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.